ബദാം ഇങ്ങനെ കഴിച്ചാൽ ചെറുപ്പമാകാം. ചർമ്മത്തിന് പ്രായക്കുറവ് ആഗ്രഹിക്കാത്തവരുണ്ടാവില്ല. എത്ര പ്രായമായാലും പ്രായക്കുറവ് തോന്നിപ്പിക്കുന്നുവെന്ന് കേൾക്കുവാൻ കൊതിക്കാത്തവരും ഉണ്ടാകില്ല. ഇതിനായി വഴികൾ പലത് പരീക്ഷിക്കുന്നവരിൽ പ്രായമായവരും പെടും. പ്രായക്കുറവ് തോന്നിപ്പിക്കാൻ പല വഴികൾ പരീക്ഷിക്കുന്നവർ ധാരാളമുണ്ട്. പലതും തൊലിപ്പുറത്തുള്ള പണികളാണ് പരീക്ഷിക്കാറ്. എന്നാൽ ചർമ്മ സംരക്ഷണത്തിനൊപ്പം തന്നെ ചർമ്മത്തിനുള്ളിൽ നിന്നും സംരക്ഷണം നൽകാൻ സഹായിക്കുന്ന പോഷകങ്ങളും ഏറെ ഗുണകരമാണ്. ചില പ്രത്യേക ഭക്ഷണ വസ്തുക്കൾ കഴിക്കുന്നത് ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാൻ സഹായിക്കുന്നു. ഇത്തരത്തിലൊന്നാണ് ബദാം. ഇത് പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ബദാം ശരീരത്തിനും ചർമ്മത്തിനും ആവശ്യമായ പല പോഷകങ്ങളും അടങ്ങിയതാണ്. പ്രോട്ടീനും വൈറ്റമിൻ ഡിയും എല്ലാം അടങ്ങിയതാണ് ബദാം. വൈറ്റമിൻ ഇ ചർമ്മത്തിലെ ചുളിവുകളും വരകളും അകറ്റാൻ ഏറെ അത്യാവശ്യമാണ്. ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് തടയാനും ഇതേറെ നല്ലതാണ്. വൈറ്റമിൻ ഇ പല ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ചർമ്മത്തിനും മുടിക്കുമെല്ലാം അത്യാവശ്യമായ ഒന്നാണിത്. ബദാമിൽ ലിനോലെയിക് ആസിഡ് എന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണമയം നിലനിർത്താൻ സഹായിക്കുന്നു. ഈർപ്പം നിലനിർത്തുന്നു. ഈർപ്പമില്ലാതെ വരുന്നതാണ് പലപ്പോഴും ചർമ്മത്തിന് ദോഷം വരുത്തുന്നത്. വരണ്ട ചർമ്മത്തിന് ഇത് ഏറെ നല്ലതാണ്. ഇതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന കോപ്പർ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുന്നു. റൈബോഫ്ലേവിൻ, നിയാസിൻ എന്നിവയും ഏറെ നല്ലതാണ്. ഇരുണ്ട നിറവും പിഗ്മെന്റേഷൻ പ്രശ്നങ്ങളും മാറാനും ഇത് ഏറെ നല്ലതാണ്. നല്ല കൊഴുപ്പിന്റെ ഉറവിടം കൂടിയാണ് ബദാം. നല്ല കൊഴുപ്പ് ചർമ്മത്തിന് അത്യാവശ്യമാണ്. ചർമ്മത്തിലെ ചുളിവുകളും വരകളും തടയാൻ ഇതേറെ നല്ലതാണ്. ആരോഗ്യകരമായ കൊഴുപ്പില്ലെങ്കിൽ ചർമ്മം വരണ്ടു പോകുന്നതും സാധാരണയാണ്. പെട്ടെന്ന് പ്രായം തോന്നും. ഇതിനാൽ ആരോഗ്യകരമായ കൊഴുപ്പ് ശരീരത്തിലൂടെ എത്തണം. ഇതിലൂടെ ചർമ്മത്തെ സഹായിക്കുന്ന ഒന്നാണ് ബദാം. അതുപോലെ തന്നെ ബദാം ചർമ്മത്തിന് ഗുണം നൽകാൻ കഴിക്കേണ്ട രീതിയും ഏറെ പ്രധാനമാണ്. പലരും കൊഴുപ്പിന്റെ കാര്യം പറഞ്ഞ് തൊലി കളഞ്ഞാണ് കഴിക്കുക. തൊലി കഴിച്ചാൽ ഇതിലെ ഫൈറ്റിക് ആസിഡ് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിൽ നിന്നും ശരീരത്തെ തടയുമെന്നതാണ് കാരണമായി പറയുന്നത്. എന്നാൽ ബദാം കുതിർത്ത് കഴിച്ചാൽ ഈ പ്രശ്നം വരുന്നില്ല. ഫൈറ്റിക് ആസിഡ് കുതിരുന്നതിലൂടെ നീക്കപ്പെടുന്നു. തൊലിയിലാണ് വൈറ്റമിൻ ഇ കൂടുതലുള്ളത്. ഇതിനാൽ തൊലി കളഞ്ഞാൽ ഈ ഗുണം പൂർണ്ണമായും ലഭിക്കാതെ പോകുന്നു. അതേസമയം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഗുണം ലഭിക്കാൻ കൂടുതൽ നല്ലത്. ഇതിലൂടെ പോഷകങ്ങൾ നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ ശരീരത്തിന് സാധിക്കും. ബദാം ഫേസ് പാക്കായി അരച്ചിടുന്നതും നല്ലതാണ്. ബദാം ഓയിലും ഗുണം നൽകും. ബദാം അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും ബദാം മിൽക്ക് കഴിക്കുന്നതുമെല്ലാം തന്നെ ഗുണം ചെയ്യുന്നതാണ്.